നരേന്ദ്രപ്രസാദ്, രാജൻ പി ദേവ്, എൻ.എഫ്. വർഗീസ്, മുരളി. ഒരു കാലത്ത് മലയാള സിനിമയെ വിറപ്പിച്ച പ്രധാനപ്പെട്ട വില്ലൻ നടന്മാർ. അവർക്ക് ശേഷവും മലയാള സിനിമയിൽ ഒട്ടേറെ വില്ലന്മാർ ഉണ്ടായിട്ടുണ്ടെങ്കിലും മറഞ്ഞുപോയ മഹാരഥന്മാരെ വീണ്ടും ഓർമ്മിപ്പിക്കുക, അങ്ങനെയാണ് നമ്മുടെ പ്രകാശ് വർമ്മ എന്ന നടൻ ചെയ്യുന്നത്. യുവാവായിരിക്കെ സിനിമയിൽ അവസരം തേടി അദ്ദേഹം രാജ്യത്തെ എണ്ണം പറഞ്ഞ ഏഡ് ഫിലിം ഡയറക്ടറായി ശോഭിച്ചു നിൽക്കുകയാണ് സിനിമയുടെ ഭാഗമാകുന്നത്. തൻ്റേതായ ശൈലിയും ശബ്ദവും കൊണ്ട് ഇടിമുഴക്കമായി മാറുകയാണ് ജോർജ് സാർ സ്ക്രീനിൽ. ബോക്സ് ഓഫീസിൽ 200 കോടിയും കടന്ന് കുതിക്കുന്ന തുടരും എന്ന ചിത്രത്തിലെ നായകൻ മോഹൻലാലാണെങ്കിലും ചിത്രത്തിൻ്റെ ആത്മാവ് ജോർജ് സാറാണെന്ന് നമുക്ക് പറയാം. ജോർജ് സാറായി പ്രകാശ് വർമ്മയെ തെരഞ്ഞെടുത്ത തരുൺ മൂർത്തിക്കാണ് ഇതിൽ നമ്മൾ 100 മാർക്ക് നൽകേണ്ടത്. തൻ്റെ കഥാപാത്രത്തിനായി അനുയോജ്യനായ ഒരാളെ കണ്ടെത്തുകയും അയാൾക്ക് ആദ്യ ചിത്രത്തിൽ തന്നെ അത്ഭുതങ്ങൾ കാണിക്കാൻ അവസരം ഒരുക്കുകയും ചെയ്തതിന് മൺമറഞ്ഞുപോയ മഹാനടന്മാരിൽ ഒരാളായ നരേന്ദ്രപ്രസാദിനോട് ഏറെ സാമ്യമുണ്ട് പ്രകാശ് വർമ്മയ്ക്ക്. ശബ്ദത്തിൻ്റെ ഗാംഭീര്യവും സംസാരത്തിൻ്റെ ഒഴുക്കും അഭിനയത്തിലെ മെയ്വഴക്കവുമെല്ലാം എടുത്തു പറയേണ്ടതാണ്. ഏറെ തിരക്കുള്ള പരസ്യചിത്ര സംവിധായകനായ പ്രകാശ് വർമ്മ ഇനിയും അഭിനയ രംഗത്ത് തുടരുമോ എന്ന കൗതുകം സിനിമാ പ്രേമികൾക്കിടയിലുണ്ട്. 25 വർഷങ്ങൾ മുമ്പ് അദ്ദേഹം സിനിമയിൽ സഹസംവിധായകനായിരിക്കെ വെള്ളിത്തിരയിൽ മുഖം കാണിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര വലിയൊരു അരങ്ങേറ്റം ഉണ്ടാകുമെന്ന് അദ്ദേഹം പോലും കരുതിയിട്ടുണ്ടായില്ല. കണ്ടാൽ മാന്യനെന്ന് തോന്നുന്ന കയ്യിലിരിപ്പ് മഹാവെടക്കായ ജോർജ് സാറിനെ ഗംഭീരമാക്കിയ പ്രകാശ് വർമ്മ ഇനിയും മലയാള സിനിമയിൽ തുടരും എന്ന് നമുക്ക് തന്നെ കരുതാം. മോഹൻലാൽ എന്ന നടൻ അഴിഞ്ഞാടുന്ന സിനിമയെ തൻ്റെ ആദ്യ സിനിമയെന്നു പോലും തോന്നിപ്പിക്കാത്ത വിധത്തിൽ തൻ്റേതാക്കി കളഞ്ഞു ജോർജ് സാർ. ഡാ ബെൻസ്, ഈ കഥയിലെ നായകൻ ഞാനാടാ എന്ന് ജോർജ് സാർ ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ എന്തൊരു നടനാണ് ഇദ്ദേഹമെന്ന് അറിയാതെ മനസ്സിൽ പറഞ്ഞു പോകും ഏത് സിനിമാ പ്രേമിയും. തുടരും ജോർജ് സാറിൻ്റെയും ഷൺമുഖൻ്റെയും മാത്രമല്ല, അത് ബെന്നിയുടെ കൂടെയാണ്. ബിനു പപ്പു അവതരിപ്പിക്കുന്ന വിവിധ മാനസികാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വില്ലൻ കഥാപാത്രത്തെ അദ്ദേഹവും മികച്ച രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ 2 എണ്ണം പൊട്ടിക്കാൻ ആർക്കും തോന്നിപ്പോകും എസ് ഐ ബെന്നിയെ കാണുമ്പോൾ. അദ്ദേഹത്തിൻ്റെ കരിയറിലും വലിയ വഴിത്തിരിവായി മാറും ചിത്രമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശോഭന മോഹൻലാൽ കോംബോ വീണ്ടും ഒന്നിക്കുന്ന ചിത്രമെന്ന നിലയിലാണ് തുടരും നേരത്തെ ശ്രദ്ധിക്കപ്പെട്ടതെങ്കിൽ ഇപ്പോൾ മലയാള സിനിമയുടെ തന്നെ അഭിമാനമെന്ന സിനിമ എന്ന നിലയിൽ ചിത്രത്തെ കാണേണ്ടതുണ്ട്.